നമസ്കാരം സുഹൃത്തുക്കളെ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് മനസ്സിലായില്ലേ? ആദ്യം ചെറിയൊരു വീഡിയോ കണ്ടു നോക്ക്. എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സർവശക്തനായ അല്ലാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും. കണ്ടല്ലോ, ഇത് മുൻപ് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ MLA മാരും മറ്റുമൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവർ ഉപയോഗിച്ച വാക്കാണ്. അള്ളാഹുവിൻ്റെ നാമത്തിലാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്തത്. അത് ഒരുപാട് പഴയതൊന്നുമല്ല കേട്ടോ. ഈ നമ്മുടെ കേരള നിയമസഭയിൽ നടന്ന സംഭവം തന്നെയാണ്. ഇനി ഇത്തവണത്തെ കൂടി കാണണ്ടേ? കാണും. പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ, സൃഷ്ടാവിന്റെ നാമത്തിൽ. ഇത്തവണ പക്ഷേ അവർ അള്ളാഹു എന്നൊരു വാക്ക് പോലും ഉപയോഗിച്ചില്ല. ദൈവനാമത്തിൽ എന്നാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരാളല്ല, എല്ലാവരും മുസ്ലിം ലീഗിൻ്റെ എല്ലാ മന്ത്രിമാരും അങ്ങനെ തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. എന്താണ് ഈ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് കേരളത്തിനുണ്ടായൊരു മാറ്റം? മുസ്ലിം ലീഗ് എന്ന പാർട്ടിയാണ്, അത് മുസ്ലിം മതപാർട്ടിയാണെന്ന് അറിയാത്തവരൊന്നുമല്ലല്ലോ. അപ്പോൾ അവർ ഈ അള്ളാഹുവിൻ്റെ നാമത്തിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്താലും ആരും ഒന്നും പഴിക്കത്തില്ല. അത് അവരങ്ങനെയാണ് എന്ന് കേരളത്തിൻ്റെ ഒരു പൊതുബോധം അങ്ങനെ കൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അവർക്ക് പ്രശ്നമില്ല, അവർക്ക് പറയാം. പക്ഷേ എന്നിട്ടും അത് പറയാതെ ഇങ്ങനൊരു തക്കി ഇറക്കിയതിൻ്റെ കാരണം എന്താണ്? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. BJPക്ക് 3 MLA മാർ തവണ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ വലിയ മതേതരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ അഭ്യാസം. അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്ത ഈ കലാപരിപാടി ഇപ്പോൾ തുടങ്ങേണ്ട കാര്യമില്ലല്ലോ. അത് ഈ ഒരു കൊച്ചു കേരളത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു കാര്യമല്ല കേട്ടോ. നമ്മുടെ തൊട്ട് അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിലേക്ക് നോക്ക്. അവിടെ ഇസ്ലാംപുര എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരാണ് ഇസ്ലാംപുര. പക്ഷേ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ഈ മറിയം നവാസ് എന്ന് പറഞ്ഞ ഒരു വനിതാ മുഖ്യമന്ത്രിയാണ് ആ പ്രവിശ്യയുടെ അധികാരി. അവർ ഇതിൻ്റെ ഈ പഴമയൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ സാംസ്കാരിക തനിമയൊക്കെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്ഥലത്തിൻ്റെ പേര് പഴയതാക്കിയാണ്. അങ്ങനെ ഈ ഇസ്ലാംപുര എന്ന ഈ സ്ഥലനാമം പഴയ കൃഷ്ണനഗർ എന്നിട്ടിരിക്കുന്നു. അങ്ങനെ ഒരു സ്ഥലത്തിന് മാത്രമല്ല, അവർ നിരവധി സ്ഥലത്തിന് പഴയ പേര് ഇട്ടിട്ടുണ്ട്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഒരിക്കൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഭാഗമായിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമായിരുന്നല്ലോ. പിന്നീടാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളൊക്കെ വന്നത്. അപ്പോൾ സ്ഥലത്തിൻ്റെ പേരും സ്വാഭാവികമായിട്ടും ഈ ഹൈന്ദവ പേരുകളോ അല്ലെങ്കിൽ സിക്കോ ജൈനോ അങ്ങനെയുള്ള നാമങ്ങളൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെയായിരിക്കാം ഒരുപക്ഷെ അവിടെ മുസ്ലിം അധിനിവേശം ഉണ്ടാവുകയും അവർ ജനസംഖ്യ കൂടിക്കഴിഞ്ഞപ്പോൾ അവർ പേര് മാറ്റുകയൊക്കെ ചെയ്തത്. ആ പേരാണ് ഇപ്പോൾ മാറ്റി തിരിച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെ എന്തൊക്കെയാണ് കേരളത്തിലും ലോകത്തിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇത് ശരിക്കും എന്താ പറയുക, ഇബിലീസിൻ്റെ കളിയാണെന്നാണ് തോന്നുന്നത്. ലോകാവസാനമായോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. മുസ്ലിം എന്ന ഒരു പേര് വെച്ച പാർട്ടിയിലെ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ ചെയ്യേണ്ടതിന് പകരം അവർ ദൈവനാമത്തിലാണ് ചെയ്തിരിക്കുന്നത്. അവർക്ക് അള്ളാഹുവിൻ്റെ നാമത്തിൽ തന്നെ ചെയ്യാമായിരുന്നല്ലോ. ഇത്രയും കാലം അങ്ങനെ തന്നെയായിരുന്നല്ലോ ചെയ്തത്. പ്രത്യേകിച്ചും KM ഷാജിയെ പോലുള്ള ഒരാൾ അള്ളാഹുവിൻ്റെ നാമമൊക്കെ വിട്ടിട്ട് ദൈവനാമത്തിൽ എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുന്നത് നമുക്ക് വലിയ കോമഡിയാണ്. കാരണം മതമാണ് പ്രശ്നമൊന്നും, മതത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നതും ഈ സമുദായത്തിന് കഴിഞ്ഞ 9-10 വർഷത്തോളം നഷ്ടപ്പെട്ട കാര്യങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജയിക്കേണ്ടതെന്നൊക്കെ മൈക്കിലൂടെ ഉറക്കെ വിളിച്ച് പറഞ്ഞ ആളാണ്. അതും ഇവിടെ വെച്ചല്ല, പുറത്ത് വെച്ചാണ്, ഗൾഫ് രാജ്യത്ത് വെച്ചാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് ഓർക്കണം. അത് ഇവിടെ ഇങ്ങനെ വൈറലാവുമെന്ന് ഒരുപക്ഷെ പുള്ളി വിചാരിച്ചു കാണില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പരസ്യമായിട്ട് വിളിച്ച് പറഞ്ഞ കൂട്ടർ ഈ അള്ളാഹ് നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ആരും ഒന്നും പറയത്തില്ല, അവരങ്ങനെയാണ് എന്ന് കരുതത്തുള്ളൂ. പക്ഷേ അവർ ഒന്നടങ്കം ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ മതേതരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു എന്താ പറയുക, അസാമാന്യമായിട്ടുള്ള അഭിനയ പാടവം അവർ അവിടെ കാഴ്ചവെച്ചിരിക്കുന്നു. ഇത് തീർച്ചയായിട്ടും 3 MLA മാർ BJP ഇവിടെ കിട്ടി. സ്വാഭാവികമായിട്ടും തങ്ങൾ പഴയതുപോലെ തന്നെ നിന്നാൽ തങ്ങളുടെ കാഴ്ചവോട്ടിലെ മണ്ണൊലിച്ചു പോകുമെന്ന ബോധ്യം അവർക്കുണ്ട്. അവർക്ക് മറ്റൊരു സത്യം കൂടി തോന്നാൻ മനസ്സിലായിട്ടുണ്ട്. മുസ്ലിം ജനവിഭാഗം ഒരു പാർട്ടിയായിട്ടോ ഒരു സംഘടനയായിട്ടോ അല്ലെങ്കിൽ ഒരു മുന്നണിയായിട്ടൊക്കെ നിന്നാൽ, മുസ്ലിങ്ങൾ മാത്രമായിട്ട് നിന്നാൽ അവർക്ക് കേരളത്തിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി സീറ്റ് 22 25 മാത്രമാണ്. അത് ഇത്തവണ അവർക്ക് കിട്ടുകയും ചെയ്തു. പക്ഷേ എന്നിട്ട് പോലും UDF എന്ന മുന്നണിയിൽ മുസ്ലിം ലീഗ് ഇല്ലെങ്കിലും UDFന് കോൺഗ്രസ്സിന് ഭരിക്കാമെന്നൊരു സ്ഥിതി വന്നപ്പോൾ അവർക്ക് മനസ്സിലായി, ഇനി പഴയ അഭ്യാസം കൊണ്ട് നിന്നിട്ട് കാര്യമില്ല, കുറേയൊക്കെ മതേതരാണ് എന്ന് നടിച്ചാൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന ബോധ്യത്തിലാണ് ഈ അഭ്യാസം. ഇത് മനസ്സിലാക്കാത്ത ആളുകളാണ് കേരളത്തിൽ ബഹുഭൂരിപക്ഷവും എന്നറിയാൻ മേലാഞ്ഞിട്ടല്ല, പക്ഷേ ചിലർക്കെങ്കിലും അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് ഞാൻ കാണിച്ചത്. പിടികിട്ടിയല്ലോ അല്ലേ?